സുവർണകാലത്തിന്റെ ഓർമ്മകൾക്ക് ശേഷം വലിയ ഇടിവ് നേരിട്ട സ്പെയിൻ ടീം പുത്തൻ പ്രതീക്ഷയിലാണ്. പുതിയ പരിശീലകൻ ലൂയിസ് ഡി ലാക്വിൻഡയുടെ കീഴിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് ടീം. 2008 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇനിയസ്റ്റ, സാവി, ബുസ്കറ്റ്സ്, റാമോസ്, ടോറസ് തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ നേതൃത്വത്തിൽ ടീം ലോകകപ്പും യൂറോ കിരീടവും നേടി ചരിത്രം കുറിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന തലമുറ മാറ്റത്തോടെ സ്പെയിനിന്റെ പ്രകടനം താഴ്ന്നു. കഴിഞ്ഞ 3 ലോകകപ്പുകളിൽ മികച്ച മുന്നേറ്റം സാധിക്കാതെ ഗ്രൂപ്പ് ഘട്ടവും അവസാന 16 കടക്കാൻ പോലും ടീം ബുദ്ധിമുട്ടി. ഇതിനിടയിലാണ് ഡെ ലാക്വിൻഡെ ചുമതലയേൽക്കൽ. ടിക്കി ടാക്ക ശൈലിയെ പുതുക്കിയ രീതിയിൽ മാറ്റി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ കീഴിൽ സ്പെയിൻ വീണ്ടും കരുത്ത് വീണ്ടെടുക്കുകയാണ്. നേഷൻസ് ലീഗിലും യോഗ്യതാ മത്സരങ്ങളിലും ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പൊസിഷൻ ഫുട്ബോളും സിസ്റ്റമാറ്റിക് കളിയും അടിസ്ഥാനമാക്കിയുള്ള 4-3-3 ഫോർമേഷനിലാണ് ടീം കളിക്കുന്നത്. പെഡ്രി, റോഡ്രി, ഫാബിയൻ റൂയിസ്, സുബിമൈൻഡി തുടങ്ങിയവർ മിഡ്ഫീൽഡിന്റെ ശക്തിയാണ്. ആക്രമണ നിരയിൽ ലമിൻ യമാൽ, നിക്കോ വില്യംസ് എന്നിവർ സ്പെയിനിന്റെ പ്രധാന ആയുധങ്ങളാണ്. ഇവരുടെ കൂട്ടുകെട്ട ടീമിന്റെ ആക്രമണത്തിന് വേഗതയും സൃഷ്ടിപരമായ മികവും നൽകുന്നു. ഗോൾ കീപ്പർ സ്ഥാനത്തും പ്രതിരോധ നിരയിലും സ്ഥിരത കണ്ടെത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. അതേസമയം ഉയർന്ന പ്രസിംഗ് ശൈലി ചിലപ്പോൾ പ്രതിരോധത്തിൽ ദൗർബല്യങ്ങൾ സൃഷ്ടിക്കുന്നതായും വിലയിരുത്തലുണ്ട്. എങ്കിലും പുതിയ തലമുറ താരങ്ങളുടെ കരുത്തും പരിശീലകന്റെ തന്ത്രപരമായ മാറ്റങ്ങളും സ്പെയിനിന് വീണ്ടും ഒരു വലിയ ടൂർണമെന്റിൽ കിരീട പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക്, തനിനിറം.